വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്നാക്സാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ കാര്യമായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ് ഈ ഐറ്റം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഏതാ ഒരു ഐറ്റം എന്ന് ഞാൻ പറയാം. ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഫിംഗർ ചിപ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ വളരെ ലളിതമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ട് പഠിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫ്രഞ്ച് ഫ്രൈയുടെ ചേരുവകൾ നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് വേണം നമുക്ക്, ഒരല്പം ലെമൺ യെല്ലോ കളറ്, ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന യെല്ലോ കളറ്, അല്പം ഉപ്പ്, ഓയിൽ ആവശ്യത്തിന്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേരുവയാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾക്ക് ലെമൺ യെല്ലോ കളറിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് നല്ല കളറ് കിട്ടണമെങ്കിൽ യെല്ലോ കളറ് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ ഉരുളക്കിഴങ്ങിനെ നമുക്ക് പീൽ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. തൊലി നന്നായി കളഞ്ഞെടുക്കാം. നമുക്ക് വേസ്റ്റൊക്കെ നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇത് ഈ ഉരുണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ നമ്മൾക്ക് സ്ക്വയറാക്കി മാറ്റണം. അപ്പോൾ അതിനായി നമ്മൾക്ക് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നല്ല സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ വേസ്റ്റാണ്, അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിനെ നമ്മൾക്കൊരു 3-3.5 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ കട്ട് ചെയ്യുക. ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് ക്രോസായോ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്യുക. നമ്മൾക്കൊരു 3-3.5 ഇഞ്ച് നീളം കിട്ടണം ഓരോ കഷ്ണത്തിനും. ഇതിനെ ഇങ്ങനെ കൂടി നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ നമ്മൾ കിട്ടണം. അതിൻ്റെ ഇപ്പം രണ്ടറ്റവും നല്ല സ്ക്വയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാലൻസുള്ള ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് കൈയോടെ തന്നെ നമ്മൾക്ക് വെള്ളത്തിലേക്ക് ഇടണം. അതിൻ്റെ അല്ലെങ്കിൽ കളറൊക്കെ മാറും. അപ്പോൾ ഉടനെ തന്നെ കഴുകാനുള്ള വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങിനെ മാറ്റാം. ഇനി നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം, ഒരു നുള്ള് യെല്ലോ കളറ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോനെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് നേരം വേവിക്കണമെന്നില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. പകുതി വേവിൽ നമ്മൾക്കിത് ഊറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം നമ്മൾക്ക്. ഇപ്പോൾ നമ്മളുടെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇത് സ്റ്റെയ്നറിലേക്ക് ഊറ്റി വെച്ചു. അതിനുശേഷം ചട്ടി എടുത്ത് വെച്ചു. പാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നന്നായി വെള്ളം പോയ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് മാറി വരും. ആ ഒരു കളറ് എഡ്ജുകളിൽ വരുമ്പോൾ തന്നെ നമ്മളിതിനെ കോരിയെടുക്കാം. തീ ഓഫാക്കുക. നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനൊരു സ്റ്റെയ്നറിലേക്ക് നമ്മൾക്ക് കോരിയിടാം. എണ്ണയൊക്കെ നന്നായി ഒന്ന് വാറ്റിക്കളയാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡായിട്ട് നമ്മൾക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു വയ്ക്കാം.
അപ്പോൾ നിങ്ങൾ ഈ ഫിംഗർ ചിപ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.